അപ്പം ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ നമ്മളെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ പുതിയ പ്ലേയേഴ്സ് ഗ്ലൂ വാൾ ഇടാൻ അറിയാത്തതുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമിൽ ഉണ്ടാവും എല്ലാ ബട്ടണും നമ്മളെവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗ്ലൂ വാളിൻ്റെതായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, ഈ കാണുന്ന ബട്ടൺ. ഇത് എല്ലാവരിലും ഉണ്ടാവില്ല, കാരണം ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നേരത്തെ ഓണാക്കിയിട്ടതാണ്. അപ്പം അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ത്രോവബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഗ്ലൂ വാൾ സ്മാർട്ട് ത്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഈ കാണുന്ന ബട്ടൺ കണ്ടില്ലേ, ഗ്ലൂ വാൾ സ്മാർട്ട് ത്രോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് ഓണാക്കിയിടണം. അത് ഓണാക്കിയിട്ടാലേ നിങ്ങൾക്ക് ആ ബട്ടന് കാണാൻ കഴിയുള്ളൂ. ആ ബട്ടൺ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എവിടെയെങ്കിലും എനിമി ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ബട്ടൺ. അപ്പോൾ അത് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും കളി തുടങ്ങുന്നവർക്ക് അത് ഉപകാരപ്പെടും. പിന്നെ അത് ബട്ടൺ ഓണാക്കിയിട്ടാൽ പോരാ, അത് നമുക്ക് പെട്ടെന്ന് ഇടാൻ കഴിയുന്ന സ്ഥലത്ത് വെക്കാൻ കഴിയണം. വെച്ചാൽ നമുക്ക് എത്ര സൈസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ആണ് ആദ്യത്തെ ടിപ്പ്. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25% ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ് ബട്ടുവയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ലൂബിയിലായിരിക്കും വരാം. ഇതിൽ നമുക്ക് 2-3 ഡോറ് കാണാൻ കഴിയും. റൈറ്റ് സൈഡിൽ ഒന്ന്, ലെഫ്റ്റ് സൈഡിൽ 2 അതായത് ഈ വലത്തെ റൈറ്റ് സൈഡിലുള്ള ഈ ഡോറിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു റൂമായിരിക്കും. അപ്പോൾ ഈ നടുവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഗ്ലൂ വാൾ നമ്മുടെ കയ്യിലൊരു 25 ഗ്ലൂ വാൾ ഉണ്ടാവും തുടക്കം. അപ്പോൾ ഒരു എനിമി ഫയർ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് എനിമീൻ്റെ സ്ഥാനത്ത് ഒരു മെഷീനാണ് ഗറീന വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ നമ്മുടെ മേത്ത് കൊള്ളുന്നതിന് മുൻപായിട്ട് നമ്മൾ ഗ്ലൂ വാൾ ഇടണം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഇത് ചെയ്യുന്ന അത്രത്തോളം നിങ്ങൾക്ക് ഗ്ലൂ വാൾ എയിമാവും. പിന്നെ അങ്ങനെയാണ്. പിന്നെ എന്താ വെച്ചാൽ എയിമാവുന്ന വരെ നിങ്ങൾക്ക് ചെയ്യാം, കാരണം ഇത് ട്രെയിനിങ് ആണ്. ഇതിലൊരു ലിമിറ്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. ഏകദേശം നിങ്ങൾക്ക് എയിമായി ഉറപ്പ് വരുന്നവരെ നിങ്ങൾ ചെയ്യാം. ഇതാണ് രണ്ടാമത്തത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ 50% നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മളൊരു വീട്ടിലേക്ക് റഷ് ചെയ്ത് കയറുമ്പോൾ അവിടെ എനിമി ഉണ്ടെങ്കിൽ ഓപ്പൺ ഏരിയയിൽ ഓടാൻ പാടില്ല. അപ്പം നമുക്ക് ഹെഡ് ഷോട്ട് വേഗം നമ്മളെ തലയിലേക്ക് അടിക്കും. അപ്പോൾ ഡാമേജ് നല്ല പോകും. അപ്പോൾ നമ്മൾ ഗ്ലൂ വാൾ ഇട്ടിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഗ്ലൂ വാൾ നിങ്ങൾക്കറിയാമല്ലോ, ഇത് അടി മേത്ത് ബുള്ളറ്റ് കയക്കാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഥവാ ആരെങ്കിലും എനിമീസ് ഗ്ലൂ വാൾ പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും കവർ ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് പോയി വിളിച്ച് നിൽക്കണം. പിന്നെ നമ്മൾ ടീംമേറ്റ് ആരെങ്കിലും ഒരാൾ നോക്കായിട്ടുണ്ടെങ്കിലോ അവരെ റിവൈവ് ചെയ്യുന്നുണ്ടെങ്കിലോ അവർക്ക് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പോയിട്ട് നമ്മൾ വേൾഡ് ഹെൽപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഞാനൊരു CS കളിക്കുമ്പോൾ അവിടെ ഞാനൊരു വീട്ടിൻ്റെ മണ്ടയിൽ കുടുങ്ങിപ്പോയി, വീട്ടിൻ്റെ മുകളിൽ. അപ്പോൾ താഴെയാണ് ലാസ്റ്റ് എനിമി ഉള്ളത്. അപ്പോൾ എനിമിനെ അപ്പോൾ ചാടിക്കഴിഞ്ഞാൽ അവൻ എന്നെ അടിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലൂ വാൾ കൈമ പിടിച്ചിട്ട് ചാടിയ പാടെ ഒരു ഗ്ലൂ വാൾ ഇടണം. അപ്പോൾ അവരെ അടിച്ചു കഴിഞ്ഞാൽ മേത്ത് കൊള്ളത്തില്ല, എന്നിട്ട് സൈഡിൽ നിന്ന് കില്ലെടുക്കാമെന്നാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഗ്ലൂ വാൾ ഇടാൻ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ചും കൂടി പിന്നെ നമുക്ക് ഉപകാരമുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഗ്ലൂ വാൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആ CS തന്നെ അടുത്ത റൗണ്ടിൽ കളിക്കുമ്പോൾ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഒരുത്തൻ അവിടെ സ്കോപ്പ് ചെയ്ത് അടിക്കുന്നു. അപ്പോൾ നമ്മൾ അവർ മറിഞ്ഞ് നിന്നിട്ട് അടിക്കുന്നതിനുകൊണ്ട് കറക്റ്റ് നമുക്ക് ലോക്കാവത്തില്ല ഫയറിങ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലോങ് റേഞ്ച് ഗണ്ണ് കൈമലുണ്ടെങ്കിൽ നമ്മളത് സ്കോപ്പ് ചെയ്തിട്ട് അടിക്കണം. പിന്നെ എപ്പോഴും പറഞ്ഞാൽ നമ്മളൊരാളെ അടിച്ചിട്ട് നോക്കിട്ട് കഴിഞ്ഞാൽ
നമ്മൾ ഗ്ലൂ വാൾ ഇടണം. അപ്പം ഞാൻ ഗ്ലൂ വാൾ ഇട്ടിരുന്ന കണ്ടില്ല. അപ്പോൾ നമ്മൾ ചാടിയിട്ട് ഗ്ലൂ വാൾ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്ലൂ വാൾ പോകും. മറ്റതുപോലെ നമുക്ക് കൂടുതൽ ഡാമേജ് കിട്ടത്തില്ല. അപ്പോൾ ചാടിയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്തിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ഗ്ലൂ വാൾ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ആരെങ്കിലും ടീമേറ്റ് നോക്കായി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് റിവൈവ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ നമ്മൾ ഗ്ലൂ വാൾ ഇട്ടെങ്കിലും അവരെ കവർ ചെയ്യണം. എനിക്ക് അവരെ അടയ്ക്കാൻ കഴിയാത്ത കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ഗ്ലൂ വാൾ ഇടുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഓൾ ഓഫ് യു വാച്ചിങ് ഫോർ മൈ വീഡിയോ.